പ്രൈസ് ഗോഡ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. ആമേൻ. പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ആമേൻ. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പല തകർച്ചകളും കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ കുറവുകളാണ്. ജീവിതത്തിൽ ശരിയായിട്ടുള്ള പ്രാർത്ഥനാ രീതികൾ ഇല്ലാതെ വരുമ്പോൾ ആമേൻ, പിശാച് പല രീതിയിലും നമ്മെ തകർക്കുവാൻ നോക്കും. അവന് നമ്മുടെ സമ്പത്തോ നമ്മുടെ ആരോഗ്യമോ ആമേൻ നമ്മുടെ തലമുറകളോ ഇതൊന്നുമല്ല അവന് ആവശ്യം. ദൈവത്തിൽ നിന്നും ഓരോ വ്യക്തികളെ അകറ്റിക്കളയുക, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുക, ദൈവരാജ്യം നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെടുത്തുക എന്നതാണ് പിശാചിൻ്റെ ഏക ലക്ഷ്യം. എന്നാൽ നമ്മൾ തിരിച്ചറിവോടുകൂടെ ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാനും വചനങ്ങളെ വായിക്കുവാനും ദൈവത്തോട് പറ്റിയിരിക്കുവാനും തയ്യാറാകുന്നുവെങ്കിൽ അവൻ നമ്മെ വിടുവിക്കുവാനായിട്ടിടയായി തീരും. ശരിയായിട്ടുള്ള പ്രാർത്ഥനാശീലമുള്ളവരായി തീരുക. പ്രിയ ദൈവമക്കളെ, നശിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണിത്. ആമേൻ. അനേകർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, അനേകർ സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. അവൻ അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് മുഴങ്കാൽ മടക്കുകയും പ്രാർത്ഥിക്കുകയും വചനങ്ങളെ ധ്യാനിക്കുകയും കർത്താവിനോടുകൂടെ പറ്റിയിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്ത് വിഷയങ്ങൾ കടന്നു വന്നാലും അതിന് പരിഹാരം നൽകുവാൻ ദൈവത്തിന് കഴിയും. കർത്താവായ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ വിടുവിക്കും.